PC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ് ആയിട്ട് മാത്സ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. സർക്കിൾസിലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു തീർത്തത് പേജ് നമ്പർ 54. പേജ് നമ്പർ 54 നാലാമത്തെ കണക്ക് വരെ നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് പേജ് നമ്പർ 54 ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ ചോദ്യം എന്ന് വായിച്ചു നോക്കാം. ഇൻ ദ പിക്ചർ O is the center of the circle. ABC are the points on it and prove ചെയ്യാനാണ് കേട്ടത്. OAC plus ABC is equal to 90 degree ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുവുമാണ് തന്നിട്ടുണ്ട്. ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC 90 ഡിഗ്രി ആണ് എന്ന് തെളിയിക്കാം. പ്രൂവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം കേട്ടോ. ഏതൊക്കെ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും വെച്ച് തോന്നിയോണല്ല, ഏത് രീതി വെച്ച് വേണമെങ്കിലും നമുക്ക് തെളിയിച്ചുകൊണ്ടിരാം. അതിനിപ്പോ പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന രീതി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ആര് പറഞ്ഞ രീതിയായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഏത് രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ബ്രാക്കറ്റിൽ റീസൺ എഴുതണം. നിങ്ങൾ ഏത് തിയറി ആണെന്ന് റീസൺ എഴുതണം. അത്രേ നമുക്കുള്ളൂ. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ഈ സർക്കിളിന്റെ ഉള്ളില് ഒരു ട്രയാങ്കിളും തന്നിട്ടുണ്ട്. ഇവിടെ A, ഇത് B, ഇത് C ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ കേന്ദ്രം തന്നിട്ടുണ്ട്. ഇവിടെ സർക്കിളിന്റെ സെന്റർ O ആണ്. എന്നിട്ട് ഇതും കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും അത് തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. തന്നിട്ട് ഇനി ചോദ്യം ഒന്നും കൂടി പറയാം. ഇൻ ദ പിക്ചർ O is the center ആണ്. നമ്മൾ അടയാളപ്പെടുത്തി O സെന്റർ. And ABC are the points on the circle. സർക്കിളിലുള്ള 3 ബിന്ദുക്കളാണ് എയും ബിയും സിയും. And prove that നമുക്ക് തെളിയിക്കണം OAC പ്ലസ് OAC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലെ, ഈ ആംഗിളും ABC എവിടെയുള്ളത് ABC എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ആംഗിൾ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണെന്ന് ഇറ്റ്സ് 90 ഡിഗ്രി. അപ്പൊ എന്താ ചോദ്യം ഒന്നുകൂടി എഴുതിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് OAC പ്ലസ് ABC is equal to 90 ഡിഗ്രി. രണ്ടും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രിയാണ്. മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെ ചോദ്യം മനസ്സിലായില്ലേ? ഈ ഒരു ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 90. ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും രീതികൾ നമ്മൾ പഠിച്ചേക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ട്രയാങ്കിൾസ് ആയിട്ട് മാറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന രീതി നോക്കാം. ഇവിടെ നിങ്ങൾ യോജിപ്പിച്ചു, ഇത് യോജിപ്പിച്ചു. നമ്മൾ ഡോട്ടർ ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ വരയ്ക്കുന്നതാണ് ഡോട്ടർ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് നമുക്ക് ഒരു എക്സ് കൊടുക്കാം. ഇതിന് എക്സ് കൊടുത്താൽ നമുക്ക് ഈ ആംഗിൾ എത്രയായിരിക്കും? അല്ല, ഈ റേഡിയസ് അല്ലേ, ഇതും റേഡിയസ് അല്ലേ. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ AOC. ആദ്യം കൺസിഡർ ചെയ്യുന്നത് നമ്മള് ട്രയാങ്കിൾ AOC. AOC ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ളത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യം. അല്ലെങ്കിൽ എന്താ പറയാ, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്, തുല്യമാണ്. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? എക്സ് ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും കണ്ടുപിടിക്കണം നമ്മൾ. എങ്ങനെയാ കണ്ടുപിടിക്കാം? ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 അല്ലേ? 180 ത്രികോണത്തിന്റെ ആന്തരകോണിന്റെ തുക. അപ്പൊ നമ്മൾ തെളിയിക്കുകയാണ് ഇവിടെ. ഈ ട്രയാങ്കിൾ ആണ് AOC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എത്രയാണ്? AOC എന്ന് പറഞ്ഞാൽ എത്രയാവും? ഇത് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് 180 മൈനസ് ചെയ്യുക. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എത്രയാ കിട്ടാം? AOC എന്ന് പറയുന്ന ആംഗിളും പ്ലസ് ഈ എക്സും ഈ എക്സും കൂട്ടിയാൽ എത്ര വരണം? 180. ഒന്നുകൂടി ശ്രദ്ധിക്ക്. AOC എന്ന് പറയുന്ന ഈ ആംഗിൾ മനസ്സിലായോ? AOC എന്ന് പറയുന്ന ഈ സെന്റർ ആംഗിളും ഈ എക്സും കൂടി കൂട്ടിയാൽ ഈ ഒരു ട്രയാങ്കിൾ ആയി. കണ്ടോ? ട്രയാങ്കിൾ AOC അല്ലേ?
AOC സമപാർശ്വ ത്രികോണത്തിന്റെ 3 കോണുകളും കൂടി കൂട്ടിയപ്പോ നമുക്ക് 180 കിട്ടി. ഇനി ഇത് രണ്ടും കൂടി കൂട്ടാൻ നമുക്ക് 2x അല്ലേ, 2x അല്ലേ. അപ്പൊ ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? AOC എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? ഈ 2x അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 180 മൈനസ് 2x അല്ലെ. ഇത് 180 മൈനസ് 2x ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ ഇപ്പൊ കിട്ടി നമുക്ക്. എത്രയാണ്? 180 മൈനസ് 2x. ഇതാണ് ഇവിടെ ഉള്ളിൽ കാണുന്നില്ലെങ്കിൽ നോക്കുക. ഇവിടെ എഴുതി വെച്ചിട്ട് ഇതാണ് ഇവിടെ എഴുതിയിരുന്നത് 180 മൈനസ് 2x. ഇതിന്റെ പകുതിയാണ് ശിഷ്ടചാപം ഇത് അല്ലെ. അപ്പൊ എത്രയാ വരിക? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 2x ബൈ 2 ബൈ 2 എന്ന് പറയുമ്പോ ഇതിന് 2 കോമൺ ആയിട്ട് എടുക്കണം ഇവിടെ ഇല്ലേ. 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 180 പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 90 മൈനസ് x ആണ് ബൈ 2. ഇതും വെട്ടിപ്പോയി. അപ്പൊ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 മൈനസ് x. കിട്ടിയോ? ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 90 മൈനസ് x. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമ്മളോട് എന്താ തെളിയിക്കാൻ പറയുന്നത്? പ്രൂവ് ചെയ്യേണ്ടത് AOC എത്ര കിട്ടിയേ? OAC എന്ന് പറഞ്ഞാൽ നമ്മൾ x ഇട്ട് കൊടുത്തു അല്ലെ, പ്ലസ് ABC ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ഈ ബി ആംഗിൾ ബി ഇവിടെ എത്ര കിട്ടിയപ്പോ? 90 മൈനസ് x. കൂട്ടുമ്പോ എത്ര കിട്ടിയേ? എക്സും എക്സും പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും 0 ആണ്. അപ്പൊ എത്ര കിട്ടി? 90 ഡിഗ്രി ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു ഇല്ലേ. ഇതൊരു രീതി. ഇത് വരുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എക്സും വൈ ഇട്ട് കൊടുത്തു നോക്കിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നോക്കാം. ഇത് ശരിക്കും മനസ്സിലായോ? ഈ ഒരു രീതി ആദ്യം ശ്രദ്ധിക്കാം. ഞാൻ അതാ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിന് എക്സ് കൊടുത്തു. അപ്പൊ ഇത് x ആയി. അപ്പൊ ഇത് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 2x കിട്ടി. അതെങ്ങനെയാന്ന് മനസ്സിലായോ? 180 മൈനസ് 2x ആണ്. ഇവിടെ ഇത് 3 കൂടി കൂട്ടിയാൽ 180. 3 കൂടി കൂട്ടിയാൽ 180 ആണെങ്കിൽ ഈ 2x നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാണ് ചെയ്തത്. അപ്പൊ AOC കാണാനായിട്ട് 180 മൈനസ് 2x. അപ്പൊ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു കിട്ടിയത് അതിന്റെ പകുതി. ഇത് 180 മൈനസ് 2x ആണെങ്കിൽ അതിന്റെ പകുതി 90 മൈനസ് x. അപ്പോ ആദ്യത്തെ ആംഗിൾ AOC എന്ന് പറയുന്നത് OAC എന്ന് പറയുന്നത് x ആണ്. പിന്നെ എന്താണ് ഇവിടെ ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 90 മൈനസ് x ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് എത്രയാണ്? എക്സും എക്സും കൂടി കൂട്ടിയാൽ 0. കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. ബാക്കി 90 ആണ്. അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 90 ആണ്. മനസ്സിലായി? പക്ഷെ അടുത്ത രീതി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ വൈ ഇട്ട് കൊടുക്കുക. ഇത് കിട്ടിയ എല്ലാവർക്കും ഇല്ലേ. പക്ഷെ ഒന്നും കൂടി എളുപ്പമായിട്ട് പറഞ്ഞുതരാനായിട്ട് നോക്കാം. നമ്മളിപ്പോഴത്തെ നമ്മുടെ തിയറി വെച്ചിട്ട് ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. ഇവിടെ ഇത്ര തന്നെ തന്നിരിക്കുന്നത് നോക്കി. ഇതാണ് തന്നിരിക്കുന്നത്. ഇത് x ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി കൂട്ടിയാൽ എത്ര വരുന്നത് പ്രൂവ് ചെയ്യണം? 90. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്ത രണ്ടിടത്തിൽ ഇത് നമ്മൾ x കൊടുത്തു, ഇതിന് y കൊടുത്തു. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ x പ്ലസ് y. നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കും. അതായത് നമുക്ക് ശരിക്കും ആംഗിൾസ് വെച്ച് എഴുതുന്നതാണ്. ഇത് എക്സും വൈയും കൂടി കൂട്ടിയാൽ ഇത് x ആണ്. നമ്മൾ ഈ ആംഗിൾ ABCക്ക് എത്ര കൊടുത്തു? y കൊടുത്തു. ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ചോദ്യമാണ് കേട്ടോ. അത് ചോദ്യമാണ്. ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മൾ ആദ്യം തന്നെ ഇതിന് x കൊടുത്തു, ഇതിന് y കൊടുത്തു. എന്നിട്ട് എക്സും വൈയും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രി പ്രൂവ് ചെയ്താൽ പോലെ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നാൻ കാരണം ഇതിന് നമ്മൾ ഇതുപോലെ തന്നെ ഡോട്ടഡ് ലൈൻ ഇട്ടു. ഇത് x ആണെങ്കിൽ ഇത് എത്രയാണ്? x ആണ്. കാരണം എന്താണ് നേരത്തെ പറഞ്ഞത്? കഴിഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞത് ഇതും തന്നെയാണ്. ഇതും റേഡിയസ് ആണ്. അതുകൊണ്ട് എന്താണ് വൃത്തത്തിന്റെ ആരങ്ങൾ വരുമ്പോ സമപാർശ്വ ത്രികോണമായി അല്ലെ. സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകള് തുല്യമാണ്. ഇത് രണ്ടും ഈക്വൽ കിട്ടിയില്ലേ. അപ്പൊ ഈ ആംഗിൾ ഇവിടെ y ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും നോക്ക്. ഇത് സെന്റർ ആംഗിൾ ആണ്. ഈ ആർക്കിന്റെ AC എന്ന് പറഞ്ഞ ആർക്കിന്റെ സെന്റർ ആംഗിൾ ഇത്. അതിന്റെ മറുചാപത്തിലേക്ക് വരച്ചിരിക്കുന്നതാണ് ഇത് y. അപ്പോ ഇത് y ആണെങ്കിൽ ഇത് എത്രയാണ്? അതിന്റെ ഇരട്ടി 2y. കിട്ടിയോ? ഇത് y നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്? 2y. ഇനി നമ്മൾ ഈ 3 ആംഗിൾസ് ഏത് ട്രയാംഗിൾ അതുപോലെ തന്നെ ട്രയാംഗിൾ AOC കൺസിഡർ ചെയ്യാം. AOC കൺസിഡർ ചെയ്യുമ്പോൾ ഈ 3 ആംഗിൾസ് കൂടി കൂട്ടാട്ടോ. x പ്ലസ് x നോക്ക് പ്ലസ് 2y എത്രയായിരിക്കും?
എത്രയായിരിക്കും മൂന്ന് ആംഗിൾസ്? 180 ആണ്. കാരണം ത്രികോണത്തിന്റെ ആന്തരകോണിലെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും മൂന്ന് ആംഗിൾസ് കൂട്ടിയാൽ എത്രയാണ്? 180 ആണ് അല്ലെ? അപ്പൊ എക്സും എക്സും കൂടി കൂട്ടിയാൽ എത്രയാണ്? 2x പ്ലസ് 2y ദാറ്റ് ഈസ് 180. ഇനി അതിൽ നിന്ന് 2 പുറത്തെടുത്തു. അപ്പൊ എത്ര കിട്ടി? എക്സ് പ്ലസ് വൈ അല്ലെ? ഈ 2x ഇത് 2 പുറത്തെടുത്തപ്പോ എക്സ് കിട്ടി. 2y 2 പോയി കഴിഞ്ഞാൽ ബാക്കി y ആണ്. ഇസ് ഈക്വൽ ടു 180 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. 180/2 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? നോക്കി നമ്മുടെ ചോദ്യത്തിലേക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. എന്നിട്ട് നിങ്ങൾ therefore ആദ്യം ചോദ്യം എടുത്ത് എഴുതണം കേട്ടോ. എക്സ് പ്ലസ് വൈ നമ്മൾ കൊടുത്തതാണ്. അതുകൊണ്ട് ചോദ്യം എടുത്ത് എഴുതാം. therefore ഏതാണ്? ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെ എഴുതണം കേട്ടോ. കോൺ ഒ എ സിയും കോൺ എ ബി സിയും 90. എളുപ്പല്ലേ? കഴിഞ്ഞ രീതിയേക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ള രീതി ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. ഇവിടെ y കൊടുത്താൽ ഇത് 2y. അപ്പൊ എക്സും വൈയും ആണ് നമുക്ക് രണ്ടും കൂടി കൂട്ടിയാലാണ് 90 തെളിയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ വാരിയബിൾസ് ഇട്ട് കൊടുത്തു. ആദ്യത്തെ രീതിയിൽ നമ്മൾ വാരിയബിൾസ് ഇടാണ്ട് കോണുകളുടെ ഇത് കണ്ടിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ പടം വരയ്ക്കാനാണ്. പരിവൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്ററും 2 കോണുകൾ 32 ഡിഗ്രി 37 ഡിഗ്രി ആയിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കാം. Draw the triangle of the circumradius 3 centimeter and the two angles 32.5 37.5. അപ്പൊ ആദ്യം തന്നെ നമ്മൾ റഫ് ഫിഗർ ഒന്ന് ശരിയാക്കാം. റഫ് ഫിഗറിൽ വരച്ച് അളവുകൾ ശരിക്കും വരയ്ക്കണം. ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ അല്ലെ? ഇതാണ് ചോദ്യം. എന്നിട്ട് പറഞ്ഞിരിക്കാണ് ട്രയാങ്കിളിന്റെ ഇതാണ് കേട്ടോ. ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 32.5 ഡിഗ്രിയും 32യും 37 ഡിഗ്രി കിട്ടിയില്ലേ? ഇനി നമ്മളോട് പിന്നെ എന്താ കണ്ടിരുന്നത്? റേഡിയസ് വന്നിട്ടുണ്ട്. സർക്കം റേഡിയസ് ആണ് 3 സെന്റിമീറ്റർ ആണ്. സർക്കം റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാം 3 സെന്റിമീറ്റർ റേഡിയസ്. പക്ഷേ സർക്കിൾ വരച്ചിട്ട് ട്രയാങ്കിൾ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ വരുന്നത് എന്നുവെച്ചാൽ ആംഗിൾസ് തന്നിട്ട് അതിന്റെ സർക്കിൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഒരു സർക്കിൾ ആണ് വരയ്ക്കാം. എന്നിട്ട് സർക്കിളിനെയാണ് നമ്മൾ ആംഗിൾസിലേക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോ ഇവിടെ ഇത് 3 സെന്റിമീറ്ററിന്റെ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ആംഗിൾസ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സെന്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? സെന്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് നോക്കാം. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോ എ ബി സി എന്നിട്ട് പേര് കൊടുക്കും. ഇഷ്ടമുള്ള ഇത് കൊടുക്കാം കേട്ടോ. എ ബി സിയുടെ ഈ സെന്ററിലെ ഇത് വേണ്ട കേട്ടോ. റേഡിയസ് 3 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ 3 ഭാഗാക്കിയില്ലേ? ഈ 3 ഭാഗത്തിന്റെ ആംഗിൾസ് നമുക്ക് കിട്ടിയാൽ പിന്നെ സുഖമായിട്ട് വരയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഈ 37 ഈ ആംഗിൾ ബിയുടെ ഇരട്ടി ആയിരിക്കണം ഇവിടെ അല്ലേ? അപ്പൊ 37 അപ്പൊ എത്രയാ വരുന്നത്? 75 അല്ലെ? ഇനി അതുപോലെ തന്നെ 32.5 65 ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ. നോക്കിയേ, ഈ ചാപം സി ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും സി ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെ 32 65 75 65 കിട്ടി. അപ്പൊ അടുത്ത ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം 2 ആംഗിൾസ് വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇതിലേക്ക് വരും അല്ലെ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 75 പ്ലസ് 65 ചെയ്യാം, എന്നിട്ട് 360 ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ പടത്തിലേക്ക് പോവാണ് കേട്ടോ. നോക്കാം, ഇപ്പൊ നമുക്ക് വരയ്ക്കാൻ കിട്ടും. സെന്റർ ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കാണ്. എത്ര സെന്റിമീറ്ററിലാ? 3 സെന്റിമീറ്റർ റേഡിയസ്. വെറുതെ ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. ശരിക്കും അളവെടുത്ത് വരയ്ക്കാനാണ്
സർക്കിളിന്റെ ഉള്ളില് ട്രയാങ്കിൾ ശരിക്കും വരണമെങ്കിൽ അളവെടുത്ത് 3 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ സർക്കിൾ വരച്ചു. എന്നിട്ട് സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഇതിന്റെ കേന്ദ്രം അല്ലെ, കേന്ദ്രത്തിലേക്ക് നമ്മളൊരു റേഡിയസ് നമ്മൾ വരച്ചു. ഈ റേഡിയസിനെ നമ്മൾ ഇത് ചെയ്യാം. റേഡിയസ് എത്രയാണ്? 65 ഡിഗ്രി. ഇവിടെ ഈ റേഡിയസ് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു അല്ലെ. എന്നിട്ട് ഇവിടെ നിന്ന് 65 ഡിഗ്രി വരയ്ക്കണം കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ പ്രൊട്രാക്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ 65 ഡിഗ്രി ഇത് വരയ്ക്കണം. ഈ 65 ഡിഗ്രി വരച്ചാൽ അടുത്തത് നമ്മൾ വരക്കേണ്ടത് എന്താണ്? പിന്നത്തെ ഇവിടെ നിന്ന് പിന്നെ കൊടുക്കേണ്ടത് അടുത്തത് 75 ഡിഗ്രി ഇവിടെ വരയ്ക്കാം. അപ്പൊ ഇവിടെ 65, ഇവിടെ നമ്മൾ എത്ര വരച്ചു? 75 ഡിഗ്രി വരച്ചു. കിട്ടിയില്ലേ? അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അടുത്ത മൂന്നാമത്തെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ചെയ്തത് പിന്നത്തെ വശം 3 കിട്ടി. അപ്പോ ഇതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. ഈ 3 ട്രയാങ്കിൾ നമുക്ക് യോജിപ്പിക്കണം. ഈ 75ന്റെ വരുന്നത് നമ്മൾ എവിടെ നിന്നാണെങ്കിൽ ഇതാണ് AB കൊടുക്കുകയാണെങ്കിൽ AB എന്ന് പറഞ്ഞാൽ 65ന്റെ പകുതിയാണ്. സോറി, ഇവിടെ നമുക്ക് സിയും ബിയും ആണ് വരുന്നത്. CB അതിന്റെയാണ് 65 വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എയിലേക്ക്. അപ്പൊ പിന്നെ ഇതല്ലേ A ഉള്ളൂ, A ഇവിടെയാണ് തന്നെ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇത് സെന്റർ ആംഗിൾ 65 ആണെങ്കിൽ ഈ CBയിൽ നിന്ന് എവിടേക്കാണ് A പോകണം? ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ എയിലേക്ക് വരയ്ക്കാം. അതേപോലെ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. കിട്ടിയില്ലേ? അപ്പൊ ഈ ആംഗിൾ കിട്ടി. എത്രയാണെന്ന്? 32.5. മനസ്സിലായോ എങ്ങനെയാണ്? CBയുടെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ആണ് നമുക്ക് കിട്ടുന്നത്. എത്ര? 65. അപ്പോ അതിൽ നിന്ന് പോകുന്ന ഈ ആംഗിൾ എത്ര കിട്ടും? 32.5. മനസ്സിലായി? ഇനി അടുത്ത് നമുക്ക് ഇതാണ് തന്നേക്കുന്നത്. നമുക്ക് 75 എന്ന് പറഞ്ഞാൽ ഏത് ആർക്കിന്റെ? AC എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 75. ഇത് 75 വന്നു കഴിഞ്ഞാൽ ഈ ACയിൽ നിന്ന് ബിയിലേക്ക് ഒന്ന് വരച്ചു നോക്കി. മൂന്നാമത്തെ വശം ബി ഉള്ളൂ. AC ആർക്കിൽ നിന്ന് പിന്നെ എവിടേക്ക് നമ്മൾ ബിയിലേക്ക് വരയ്ക്കുമോ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ABയും BCയും ഇത് എത്രയായിരിക്കും? AC കേന്ദ്രകോൺ 75 ആണെങ്കിൽ AC എന്ന് വരച്ചിരിക്കുന്ന ഇത് എത്രയാണ്? 75ന്റെ പകുതി 37.5. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ആംഗിൾ B കിട്ടി 37.5. ഇത് 32.5. ഈ ആംഗിൾ ഇതിന്റെ പകുതി ആയിരിക്കും. ഇതിന്റെ പകുതി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 360 നിന്ന് മൈനസ് ചെയ്യണം. ഏത്? 75 പ്ലസ് 65 ആദ്യം കൂട്ടാം. അത് കൂട്ടുമ്പോ എത്ര കിട്ടുന്നത്? 0.14 140. ഈ 140 ആണ് ഇത് രണ്ടും കൂടി കിട്ടുന്നത്. 360 നിന്ന് 140 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 120. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും? ഇത് 60 ഡിഗ്രി. ഇത് 120 ആണെങ്കിൽ അതിന്റെ പകുതി അല്ലെ. അപ്പൊ അത് എത്ര കിട്ടി? 60 കിട്ടി. 3 ആംഗിൾസ് നമുക്ക് കിട്ടി. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഈ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. അതിന്റെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 3 ആംഗിൾസ് ആദ്യം റഫ് ഫിഗറിൽ ശരിയാക്കാം. റഫ് ഫിഗറിൽ ശരിയാക്കുമ്പോ എത്രയാണ്? നമ്മൾ 32യുടെ ഇരട്ടി നമ്മൾ എഴുതണം അല്ലെ. 65ഉം 37യുടെ ഇരട്ടി 75 വരച്ചു. അടുത്ത ആംഗിൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. 35 പ്ലസ് 65 എത്രയാണ്? 140 ആണ്. അപ്പൊ 360 ആണ് ടോട്ടൽ വേണ്ടത്. അപ്പൊ ഇത് എത്രയാണ്? 120. ഇത് ഞാൻ വരക്കണമെന്നില്ല വന്നത് കാരണം 75ഉം 65ഉം വരച്ച ബാക്കി നമുക്ക് കിട്ടും. എത്രയാണെന്ന്? 120 നമുക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 3 അളവുകൾ കണ്ടുപിടിക്കാം. ഈ സെൻട്രൽ ആംഗിൾ 65 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടേക്ക് പോയി അല്ലെ. നമുക്ക് കിട്ടുന്നതാണ് 200 ആണ്. സോറി, ഇവിടെ 220 ആണ് കേട്ടോ. 220. ഇത് എത്രയും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയുന്നതാണ്. ബാക്കി വരുന്നത് 220. അത് ബാക്കിയുള്ളത് 220 ആണ്. ഇതിന് നമ്മളൊന്നും ചെയ്യണില്ല. അപ്പൊ ഇത് 75 ആണെങ്കിൽ അതിന്റെ ആംഗിൾ ആണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ BC 65 ആണെങ്കിൽ അതിൽ നിന്ന് പോകുന്ന ആംഗിൾ 32. അപ്പൊ നമുക്ക് കിട്ടിയ സർക്കിള് ട്രയാങ്കിള് ഇതാണ് കേട്ടോ. ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഇതാണ് ഷെയ്ഡ് വെക്കുന്നത് ABC.
സി എന്ന് പറഞ്ഞ ട്രയാങ്കിള് 32.5 60 ഡിഗ്രി 37.5 ഡിഗ്രി വെച്ചിട്ട് ഇതപ്പോ 60 അല്ല വരാ 220ന്റെ പകുതി 110. ഇവിടെ 220 ആണെങ്കിൽ അതിന്റെ പകുതി 110 ആണ് കേട്ടോ. 360ന് 140 കുറച്ചപ്പോ 220 ആണ് കേട്ടോ. ഈ 220ന്റെ പകുതിയാണ് ഇവിടെ 110. ഇത് നിങ്ങൾക്ക് നോക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കിട്ടിയാൽ മതി. ഈ രണ്ട് ആംഗിൾസ് കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിള് അവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അതോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 32 വരച്ചു 37 വരച്ചു. അപ്പൊ ബാക്കിയുള്ള ആംഗിൾ എത്രയാണ്? 110 കിട്ടി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കണക്ക് പേജ് നമ്പർ 7 നെക്സ്റ്റ് കണക്ക് നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം.